ചില കഥകൾ മണ്ണിൽ എഴുതപ്പെട്ടതാണ്, ചിലത് മനസ്സിൽ. എന്നാൽ വീരചൂഡാവംശത്തിൻ്റെ കഥ രക്തത്തിൽ എഴുതപ്പെട്ടതാണ്. നൂറ്റാണ്ടുകൾക്കപ്പുറം കാലം പറഞ്ഞ കഥ. മണ്ണും മനസ്സും വീര്യവും പൂണ്ടയൊരു യുഗം. അത് വീരചൂഡാവംശത്തിൻ്റെ കാലമായിരുന്നു. അറിവിൻ്റെ സൂര്യ തേജസ്സും വാളിൻ്റെ അഗ്നിശക്തിയും ഒന്നു ചേർന്നയൊരു കാലഘട്ടം. അവരുടെ വിജയം വാനോളമുയർന്നു, അവരുടെ പേര് കടൽ കടന്നു. പക്ഷേ ഉയരങ്ങളിലേക്ക് പറന്നുയർന്ന ആ സാമ്രാജ്യത്തെ തകർത്തത് പുറത്തുനിന്നുള്ള ശത്രുക്കളായിരുന്നില്ല, സ്വന്തം രക്തത്തിൽ പിറന്ന വഞ്ചനയുടെ കറുത്ത നിഴലായിരുന്നു. ആ ഇരുളിൽ നിന്നും ഒരു പുതിയ സൂര്യൻ ഉദയമെടുത്തു. ഒരു പുതിയ യുഗം തുടങ്ങാൻ, ആ ഇരുണ്ട രാത്രിക്കൊരവസാനം കുറിക്കാൻ, ചെങ്കോലിലേക്കുള്ള വഴിയിൽ വാളുകൾ കൂട്ടിയുരസാൻ ഇനിയൊരു പുതിയ ശക്തി ഉണർന്നു. അവൻ്റെ പേര് ആര്യൻ. കുമാര, ശക്തി കൈകളിൽ നിന്നും വരുന്നതല്ല, മനസ്സിൽ നിന്നും വരുന്നതാണ്. നിന്റെ ഈ മനസ്സ് കരുത്തുറ്റതാണെങ്കിൽ ഈ ലോകം തന്നെ നിന്റെ മുന്നിൽ തലകുനിക്കും. കുമാര, എഴുന്നേക്കൂ. വിയർപ്പും വേദനയും സഹിച്ചവനാണ് ഈ ലോകത്തെ നേരിടാൻ പോവേണ്ടത്, അല്ലാതെ താങ്കളെ പോലെ ഒരു അധർമ്മമായ കർമ്മം ചെയ്തവനല്ല. അപ്പോൾ താങ്കൾ എന്തായാലും ഉഗ്രനായി വിജയിക്കണം. കുമാര, പിതാവിന് കൊടുത്ത വാക്ക് നീ ഓർക്കുന്നില്ലേ? നിങ്ങളുടെ വീരചൂഡവംശം ആ കള്ളനിൽ നിന്നും എടുക്കണ്ടേ, തിരിച്ചെടുക്കണ്ടേ? തീർച്ചയായും. ആര്യ, നിന്റെ ഉള്ളിലെ സിംഹത്തെ ഉണർത്തണം. ഒരിക്കലും പേടിക്കരുത്. എന്തെങ്കിലും പേടി തോന്നിയാൽ ഈ ലോകം മുഴുവൻ, അങ്ങനെയല്ല, ഈ മുഴുവൻ നിന്റെ ഉള്ളിലുണ്ട്. ഒരിക്കലും പേടിക്കണ്ട. ഞാൻ ഒരു സാധനം കൂടെ എന്റെ കയ്യിൽ നിന്ന് തരാം. മറ്റ് ഒരു ശിഷ്യന്മാർക്ക് ഞാൻ കൊടുക്കാത്ത ഈ സാധനം നിനക്ക് വേണ്ടി മാത്രമാണ്. അതിനർത്ഥം ഇത് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു സംഭവമാണ്. ഇത് നീ കാണുന്ന പോലെ വെറും ഒരു കത്തിയല്ല, ഇതിന് വളരെയധികം ശക്തിയുണ്ട്. ഈ ലോകം മുഴുവൻ കീഴടക്കാനുള്ള അത്രയും ശക്തിയുണ്ട്. ഇത് എന്നെ മനസ്സിൽ ധ്യാനിച്ച് നീ എന്ത് പ്രശ്നം വന്നാലും അപ്പോഴെടുത്ത് ഉപയോഗിക്കുക. ഓക്കെ അല്ലേ കുമാര? അവിടെ 2 ഭടന്മാർ. അവരെ തീർത്താൽ രാജാവിന്റെ അരികിലെത്താം. മഹാരാജൻ, ആരോ നമ്മുടെ കൊട്ടാരത്തിൽ അതിക്രമിച്ച് കയറാൻ ശ്രമിക്കുന്നു. എന്ത്? ആരാണവൻ? ഞാൻ ചെന്ന് പോയിട്ട് വരാം. മഹാരാജൻ, അങ്ങോട്ടേക്ക് പോവണ്ട. രത്നാകര, നീ കൂടെ പോയാൽ. വേണ്ട, രാഹി ഇവിടെ ഒറ്റയ്ക്കാണ്. ഞാൻ പോയി വരാം. ആജ്ഞ പോലും മഹാരാജൻ. ആരാണവിടെ?
വീരചൂഢ വംശത്തിന്റെ യുവരാജാവിന്റെ പട്ടാഭിഷേകം കഴിഞ്ഞ ഈ വേളയിൽ എല്ലാവരും ഞാൻ ഈ വേദിയിൽ സ്വാഗതം ചെയ്യും. നമ്മുടെ മൂത്ത പുത്രനും യുവരാജാവുമായ ആര്യനെ ഞാൻ അറിയിക്കും. ഈ സാമ്രാജ്യത്തിലെ ജനങ്ങൾക്ക് എപ്പോഴും യോഗ്യനായ എന്റെ പുത്രൻ തന്നെയാണ് നമ്മുടെ രാജാവ്. ഈ കിരീടം ഒരിക്കലും ഒരു ദ്രോഹിയുടെ കൈ നഷ്ടപ്പെടരുത്. പിതാവ് എന്നെ കുറിച്ച് പറഞ്ഞത് ഞാൻ അഭിമാനിക്കുന്നു. ഈ രാജ്യം എന്റെ കൈകളിൽ സുരക്ഷിതമാണ്. എന്താ അവിടെ ഒരു ശബ്ദം? ഒന്നുമില്ല പിതാവേ. രാജ്യം ഇനിയും അനേകം നാൾ സന്തോഷമായി കഴിഞ്ഞു കൂടട്ടെ. രാജൻ കരുണയെ കൊണ്ട് ഭരിക്കാനാകില്ല. വാളും രക്തവുമാണ് സിംഹാസനത്തിന്റെ ഭാഷ. എന്ത്? നിർത്തക്കരാ. മരിച്ചുപോയി എന്നവർ വിശ്വസിക്കണ്ടേ? എന്നാൽ നിന്റെ ഉള്ളിൽ രാജ്യം വീണ്ടും ജീവിക്കണം. മകൻ രാജ്യത്തിന്റെ കൂടെ മരിക്കേണ്ടതുണ്ട്. നീ എന്റെ മകൻ മാത്രമല്ല, ഈ രാജ്യത്തിന്റെ ഭാവിയും കൂടെയാണ്. ഓടിപ്പോകുമ്പോൾ ദുർബലനായി തോന്നും, പക്ഷെ നീ മടങ്ങി വരുമ്പോൾ ഈ ഭൂമി മുഴുവൻ നിന്റെ കാൽ മിന്നലുകൾ പോലെ മുഴങ്ങാം. അഗ്നിരായൊരിക്കലും ഈ രാജ്യം പിടിച്ചെടുക്കാനാവില്ല. ശക്തിവാളിന്റെ അഗ്രത്തിൽ മാത്രമല്ല, ഹൃദയത്തിന്റെ ആഴത്തിലുമുണ്ട്. രക്തം ചൊരിഞ്ഞിട്ടും നീതി നേടേണ്ടത് അനിവാര്യമാണ്. ആ ദിനം വരും. നീ വാളുമായി തിരിച്ചു വരുമ്പോൾ ശത്രുക്കളുടെ നിശബ്ദത മുഴുവൻ നിന്റെ കയ്യിലായിരിക്കും. വാക്ക് വരുവാനില്ല, നീ സിംഹാസനം പിടിച്ചെടുക്കുകയും അങ്ങയുടെ വാൾ ഞാൻ എടുക്കുകയാണ്. ദേവാ, എന്റെ കണ്ണുനീരിന്റെ ഓരോ തുള്ളിയും ഇന്നിവിടെ രക്തത്തിന്റെ വിലയായി എഴുതപ്പെടും. ാക്കാനായിരുന്നു ശ്രമിച്ചത്, പക്ഷെ നിന്റെ ക്രൂരത തന്നെ എന്നെ അജയ്യനാക്കി തീർത്തു. അത് എന്റെ അച്ഛനെ മാത്രമല്ല, എന്റെ ബാല്യത്തെയും. ഇന്നിവിടെ ഞാൻ തിരിച്ചു കൊടുക്കുന്നത് ഒരു മരണത്തിന്റെ വിലയല്ല, ഒരു സാമ്രാജ്യത്തിന്റെ വിലയാണ്. കാലടി താഴെ പതിഞ്ഞിരിക്കുന്ന ഈ സിംഹാസനം ഇന്നെന്റെ വാൾമുനയിൽ വിറച്ചിരിക്കും. ചുവടുകൾ കേൾക്കാൻ ഈ ഭൂമിയും കാത്തിരിക്കുന്നു. എന്റെ വാൾ തന്നെയാണ് ആ സംഗീതം. ഞാൻ എന്നെ കൊന്നാലും അതെന്റെ പ്രതികാരമല്ല, അതൊരു തലമുറയുടെ ന്യായവിധിയാണ്. ഇനി ഈ രാജ്യം ഒരിക്കലും ഒരു ദ്രോഹികളുടെയും കയ്യിൽ അകപ്പെടില്ല. ഇനി അങ്ങനെ ഏതെങ്കിലും ദ്രോഹി ഉണ്ടെങ്കിൽ അവൻ ഉടൻ തൂക്കിലേറ്റപ്പെടും. ഇതാണ് എന്റെ കൽപ്പന, എന്റെ കൽപ്പന രാജശാസനം.